30,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുള്ള ഒരു സ്മാർട്ട് ഫോണാണ് വൺപ്ലസിൻ്റെ OnePlus NORD CE 3 എന്ന് പറയുന്ന ഒരു മോഡൽ. 26,000 രൂപ ബഡ്ജറ്റാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു മോഡലാണോ നല്ലത്, അതോ ഈ പ്രൈസ് റേഞ്ച് കിട്ടുന്ന മറ്റ് മോഡൽസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 10-bit AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് HDR 10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പം അവൈലബിൾ അല്ല. കളേഴ്സും അതുപോലെ വൈബ്രൻസും ഒക്കെ വളരെ ആക്യുറേറ്റ് ഉള്ള രീതിയിലാണ് ഡിസ്പ്ലേയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല ബ്രൈറ്റ് HDR മോഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു മോഡ് കൊണ്ടുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള HDR വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും അതുപോലെ 80 watt ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പുതിയ ചിപ്സെറ്റാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 782G എന്ന് പറയുന്ന ഒരു മോഡലാണ്. വിത്ത് LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. 8GB റാമും 12GB റാം വേരിയൻറ്റ് നമുക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ 128GB സ്റ്റോറേജ് വേരിയൻറ്റും 256GB സ്റ്റോറേജ് വേരിയൻറ്റും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ചിപ്സെറ്റ് പുതിയതായിട്ടുള്ള ഒരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ബേസിക്കലി ഇത് നമ്മുടെ 778 അല്ലെങ്കിൽ 778G+ എന്ന് പറയുന്ന ആ ഒരു മോഡലായിട്ട് സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് ഹയർ ക്ലോക്ക് സ്പീഡുള്ള ആ ഒരു ചിപ്സെറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ഒരു 778Gയും ഈ ഒരു 778-2G എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 70 ലക്ഷത്തിനടുത്ത് AnTuTu സ്കോറും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു 30,000 ബഡ്ജറ്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. എന്ന് വെച്ചാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നത്തിങ് ഫോൺ 1നെ ബീറ്റ് ചെയ്യുന്ന ഒരു സ്കോറും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മോട്ടോറോള Edge 14 ഏകദേശം ഒരു സെയിം ലെവലിലാണ് അതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളും വരുന്നത്. പക്ഷേ നമ്മുടെ പെർഫോമൻസിൽ മോൺസ്റ്റർ ആയിട്ടുള്ള പോക്കോ F5ൻ്റെ അത്രയും ബെഞ്ച് മാർക്കും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നില്ല. അതിൽ ആ ഒരു മോഡൽ തന്നെയാണ് പോക്കോ F5 തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള മെഷീൻ തന്നെയാണത്. മറ്റ് OnePlus സ്മാർട്ട് ഫോണിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും കിട്ടുന്നില്ല. നിങ്ങൾ PUBG കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ഗെയിംസ് കളിക്കുന്ന സമയത്തോ ചെറുതായിട്ട് വാം ആവും. അല്ലാണ്ട് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളും ഇതുവരെ നമുക്ക് ഇഷ്യൂ ആയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗെയിം ടെസ്റ്റിൻ്റെ കമ്പാരിസൺ വീഡിയോസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ഒന്നും അല്ല. നമുക്കിതിനകത്ത് Realme GT2 നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 വരുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7+ Gen 1 വരുന്നുണ്ട്, അതായത് നമ്മുടെ പോക്കോ F5ൽ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് അല്ല. പക്ഷേ 778G+ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നോക്കുന്ന സമയത്ത് ഈ ഒരു ചിപ്സെറ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ഓക്സിജൻ OS ആണ് ഇതിൽ വരുന്നത്. അതായത് ഓക്സിജൻ OS 13.1 എന്ന് പറയുന്ന വെർഷനാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 2 വർഷത്തെ OS അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു മോഡലിൽ. ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള UI കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. മറ്റ് OnePlus സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര പൈസകളും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നത്തിങ് ഫോൺ 2 അതുപോലെ തന്നെ OnePlus 11 സീരീസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ആ ഒരു മോഡൽസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതേ സെയിം സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോണി IMX890 എന്ന് പറയുന്ന സെൻസർ, അതും ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50MP വിത്ത് OS സപ്പോർട്ട് ആയിട്ടുള്ള മെയിൻ ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 2MP മാക്രോ ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 4K 30 FPS ഒരു മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. ക്യാമറ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സെൻസറും കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറ കമ്പാരിസൺ വീഡിയോസ് കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നതായിരിക്കും. നത്തിങ് ഫോൺ 2 ആണോ ബെറ്റർ, അതോ OnePlus NORD CE 3 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്യുവൽ സിം സ്ലോട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. IR ബ്ലാസ്റ്ററും കാര്യങ്ങൾ വരുന്നുണ്ട്. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 184 ഗ്രാമാണ് വരുന്നത്. അതുപോലെ നമുക്ക് 8.2 mm തിക്നെസ് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ 5G ബാൻഡ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് NFC കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡാർക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് OnePlusൻ്റെ ഐക്കോണിക് ആയുള്ള ഒരു അലർട്ട് സ്ലൈഡർ ഈ ഒരു മോഡലിൽ വരുന്നില്ല. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ മറ്റെല്ലാ OnePlusലും ഈ ഒരു അലർട്ട് സ്ലൈഡർ കിട്ടുന്നുണ്ട്. ബട്ട് ഈ ഒരു മോഡലിൽ മാത്രം അത് കൊണ്ടുവന്നിട്ടില്ല. ഈവൻ ആ OnePlus NORD 3 വരെ നമുക്ക് ആ ഒരു അലർട്ട് സ്ലൈഡർ ഉണ്ട്, ഈ ഒരു മോഡലില്ല. അത് മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളല്ല, പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നത്തിങ് ഫോൺ 1 ഉണ്ട്, കുറച്ചുകൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട്. മോട്ടോറോള Edge 14 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ അല്ല. മോട്ടോറോള Edge 14 നമുക്ക് IP68 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു IP റേറ്റിംഗും അതുപോലെ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺ ജാക്കും അതുപോലെ ഈ ഡിസൈൻ, ഈ ഒരു 3 കാറ്റഗറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ OnePlusൻ്റെ ആ ഒരു അലർട്ട് സ്ലൈഡർ ഇല്ലാത്തതാണ് എനിക്ക് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഒന്നും ഞാൻ പറയില്ല. ഡിസൈൻ വൈസ് ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു അലർട്ട് സ്ലൈഡറും കാര്യങ്ങളും ഇതിൽ കിട്ടുന്നില്ല. ക്യാമറ നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററി നല്ലൊരു ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് ഫോൺസ് ആണ് ചൂസ് ചെയ്യുക. അതായത് നത്തിങ് ഫോൺ 1 ഉണ്ട്, മോട്ടോറോള
എഡ്ജ് 40 ഉണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ F5 ഉണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുമോ അതോ മറ്റ് ഓപ്ഷൻസ് ആണോ നോക്കുക എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.